സുപ്രീം കോടതി പലതവണ പലതരത്തിലുള്ള നിലപാടെടുത്തിട്ടും ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നം യൂണിവേഴ്സിറ്റി വിഷയത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിലെ വിദ്യാർത്ഥികൾ അതിന് വലിയ തോതിൽ വില കൊടുക്കേണ്ടി വന്നു. ഒടുവിൽ താൽക്കാലിക വിസിയെ നിയമിക്കാൻ തങ്ങളെ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതി താൽക്കാലിക വിസിക്ക് വേണ്ടി ഞങ്ങൾ എന്തിന് സമയം കളയണം, നമുക്കതങ്ങ് സ്ഥിരം വിസിയാക്കിയേക്കാം എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയതോടെ സംഗതി കൈവിടുന്നു. അതിനുവേണ്ടി സെർച്ച് കമ്മിറ്റിക്ക് രൂപം കൊടുക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്തു. സുപ്രീം കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് 5 പ്രതിനിധികളെ സംസ്ഥാന സർക്കാരും 4 പ്രതിനിധികളെ ഗവർണറും സുപ്രീം കോടതിക്ക് സമർപ്പിച്ചു. ഈ 9 പേരിൽ നിന്നും 4 പേരെ തെരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്തം സുപ്രീം കോടതി ഏറ്റെടുത്തു. എന്നാൽ സുപ്രീം കോടതി ഇന്നലെ ചെയ്തത് അങ്ങനെയല്ല. പകരം ഒരു റിട്ടയർഡ് ജഡ്ജിയെ 2 സർവകലാശാലകളുടെയും സെർച്ച് കമ്മിറ്റിയുടെ തലവനായി നിയോഗിച്ചു. ജസ്റ്റിസ് സുധാംശു ധൂലിയയെ. ജസ്റ്റിസ് ധൂലിയയോട് സുപ്രീം കോടതി പറഞ്ഞത് ഒന്നല്ലെങ്കിൽ 2 കമ്മിറ്റി നിയോഗിക്കുക. 2 സർവകലാശാലകൾക്കും 2 കമ്മിറ്റി ആവാം, അല്ലെങ്കിൽ 2 സർവകലാശാലയ്ക്കും കൂടി ഒരു സംയുക്ത കമ്മിറ്റി ആവാം. അതിന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ധൂലിയാവും. സംസ്ഥാന സർക്കാരും ഗവർണറും കൂടി സമർപ്പിച്ചിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ബാക്കി 4 പേരെ തെരഞ്ഞെടുക്കേണ്ട ബാധ്യത ജസ്റ്റിസ് ധൂലിയയ്ക്കാണ്. സംസ്ഥാന സർക്കാർ 5 പേരുടെയും ഗവർണർ 4 പേരുടെയും ലിസ്റ്റാണ് കൊടുത്തത്. ഈ 9 പേരിൽ നിന്നും 2 പേരെ വീതം ജസ്റ്റിസ് ധൂലിയയ്ക്ക് നോമിനേറ്റ് ചെയ്യാം ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക്. സംസ്ഥാന സർക്കാരിന് 2 പേരും ഗവർണറിൽ നിന്ന് 2 പേരും വീതം തെരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത. ഇനി 4 പേരെയും വേണമെങ്കിൽ ധൂലിയയ്ക്ക് ഏതെങ്കിലും ഒരു പാനലിൽ നിന്ന് എടുക്കാൻ കഴിയും. എന്നാൽ സംസ്ഥാനവും ഗവർണറും തമ്മിലുള്ള തർക്കമായതുകൊണ്ട് 2 പാനലിൽ നിന്നും 2 പേരെ വീതം എടുക്കാനാണ് സാധ്യത. അങ്ങനെ വരുന്ന ഈ 5 പേരുടെ കമ്മിറ്റി ആയിരിക്കും വിസിമാരെ തെരഞ്ഞെടുക്കാനുള്ള പാനൽ തയ്യാറാക്കുന്നത്. ഇതേ സമയത്ത് തന്നെ സർക്കാർ വിസിയായി യോഗ്യതയുള്ളവരെ 2 സർവകലാശാലകളിലേക്കും അപേക്ഷ ക്ഷണിക്കണം. KTU അല്ലെങ്കിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ഒപ്പം ഡിജിറ്റൽ സർവകലാശാല, ഈ 2 സർവകലാശാലകൾക്കാണ് വിസിമാരെ ക്ഷണിക്കുന്നത്. യോഗ്യതയുള്ള ആർക്കും അപേക്ഷ കൊടുക്കാം. എല്ലാ അപേക്ഷകളും പരിഗണിക്കേണ്ടത് ഈ 5 അംഗ സെർച്ച് കമ്മിറ്റിയാണ്. ഈ 5 അംഗ സെർച്ച് കമ്മിറ്റി എല്ലാ അപേക്ഷകളും പരിഗണിച്ചിട്ട് കുറഞ്ഞത് 3 പേരുടെ ഒരു ചുരുക്കപ്പട്ടിക സർക്കാരിന് കൊടുക്കണം. ഈ ചുരുക്കപ്പട്ടികയിൽ മുൻഗണന ഉണ്ടാവാൻ പാടില്ല. ആൽഫബറ്റിക് ഓർഡർ ആയിരിക്കണം. മിനിമം 3 പേരുടെ ലിസ്റ്റ് കൊടുക്കണം. ഈ 3 പേരുടെ ലിസ്റ്റിൽ നിന്നും സർക്കാരിന് മുൻഗണന നിശ്ചയിക്കാം. 1, 2, 3 എന്ന നിലയിൽ മുൻഗണന നിശ്ചയിക്കാം. ഈ ലിസ്റ്റ് ഗവർണർക്ക് സമർപ്പിക്കണം. ഗവർണറാണ് തീരുമാനിക്കേണ്ടത് ഈ 3 പേരിൽ ആരെ എടുക്കണമെന്ന്. സർക്കാർ പറഞ്ഞിരിക്കുന്ന മുൻഗണന പാലിക്കണം എന്ന് നിർബന്ധമില്ല. ഇതാണ് ഒടുവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. വാസ്തവത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ വളരെ പോസിറ്റീവായി മാറിയത് ഇപ്പോഴാണ്. സംസ്ഥാന സർക്കാർ മറ്റൊരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ടാണ് UGC പ്രതിനിധിയെ പാടില്ല, കോടതി തന്നെ ഒരാളെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇത് വാസ്തവത്തിൽ നല്ലതായി എന്ന് പറയേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ഗവർണറുടെ പ്രതിനിധി ഉറപ്പായും ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഈ സെർച്ച് കമ്മിറ്റിക്ക് ഒരു ഗുണവും ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും നിർണായക ഘടകമായി മാറുന്നത് അധ്യക്ഷനായിരിക്കുന്ന റിട്ടയർഡ് ജഡ്ജിയുടെ തീരുമാനമാണ്.